ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ പുറത്ത് ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ് ചേട്ടായി എന്ന ചേട്ടാ എജിൻ കിച്ചു. നമ്മുടെ മെയിൻ ആൾ. കഴിഞ്ഞ കളി നമ്മൾ എങ്ങനെയൊക്കെ ജയിച്ചു, നമ്മൾ കണ്ട പോലെ തന്നെ കഴിഞ്ഞ കളി നമ്മൾ എങ്ങനെയൊക്കെയൊക്കെയോ ജയിച്ചു 2-1. ഈ കളി നമുക്ക് വിന്നിംഗ് സ്ട്രീക്ക് കൊണ്ടുപോകാൻ പറ്റും നോക്കാം. ഒരു കളി തോറ്റു, ഒരു കളി സമനില, ഒരു കളി ജയിച്ചു. അടുത്ത കളി എന്താ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര വലിയ പാറ്റേൺ ഒന്നും നമ്മൾ കാണാനില്ല. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് ഫോം കയറി വരുന്നുണ്ട്. ചേട്ടായി ഓൾറെഡി ഫോമിലാണ്. ചേട്ടായിക്ക് എൻ്റെ ടീമും എത്തിപ്പിടിച്ചു. 5 OVR കുറവുള്ളൂ. അപ്പോൾ ദിസ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ചപ്പ്. അപ്പോൾ നമുക്ക് കളിക്കട്ടോ. എന്തെങ്കിലും ഒച്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്യണത് സ്റ്റുഡിയോ ഇരുന്നല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ചേട്ടായുടെ ടീം കേട്ടോ, 100 OVR. കളിക്കാം, കെട്ടിയാൽ കെട്ടി. റൂണിയാണ് കഴിഞ്ഞ കളിയിൽ 2 അടിച്ചത്. അപ്പോൾ റൂണിയിലാണ് മൊത്തം പ്രതീക്ഷ. നമ്മൾ ഡിഫെൻഡിങ് ഇട്ടാൽ കളിക്കണം, കാരണം എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. കൊള്ളാം. ഇപ്പം നല്ല ലാഗുണ്ട്. ലാഗ് വരാൻ കാരണം കറണ്ട് കുറവാണ്. അതാണ് ലാഗ് വരാൻ കാരണം. കറണ്ട് കുറവാണെന്നല്ല, കറണ്ട് ഇല്ല. കൊള്ളാം. ബില്ലിങ്ങം ഓട് അടി. റൂണി 7 മിനിറ്റിനുള്ളിൽ ഒരു ഗോള്. ചേട്ടയുടെ മകൻ വാടി തുടങ്ങിയിട്ടോ. അമ്മയെ ചേട്ടയുടെ മകൻ വാടിയ പിന്നെ കളി മാറി. ചേട്ടാ ഈ കൊല്ലാൻ വേണ്ടി കളിക്കും. അത് ഇച്ചിരി കുഴപ്പമാവും കേട്ടോ. അപ്പോൾ നോക്കാം. ഞാൻ ആ പാസ് കൊടുത്ത് എന്തിനാന്ന് ചോദിക്കില്ലേ, അത് അറിയാതെ കൈ തട്ടിപ്പോയതാ. ഷൂട്ടൊക്കെ ഉദ്ദേശിച്ചതാ. എന്തെങ്കിലാട്ടെ. അപ്പോൾ ചേട്ടാ എൻ്റെ ടാറ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങി. അയ്യോ, ഞാൻ പെട്ട്. അപ്പോൾ റൂണി കേട്ടോ, കഴിഞ്ഞ കളി റൂണി സെറ്റപ്പ് പോയിട്ട് കളിച്ചു. നല്ല കിടിലം കാട് 105 റൂണി. ആദ്യത്തെ കളി എന്നെ ആദ്യത്തെ കളി എന്നെ നിരാശപ്പെടുത്തിയായിരുന്നു പുള്ളിക്കാരൻ. അതിൻ്റെ ഞാൻ തോന്നുന്നു. ഓട് നമ്മുടെ 100 സ്ട്രൈക്കർ ഷൂട്ട് ഗോൾ. 2-0 15 മിനിറ്റിനുള്ളിൽ. എന്തായിരിക്കും പറ്റിയേ? എനിക്കെന്ത് പറ്റി? എനിക്ക് സീരിയസ്ലി എന്ത് പറ്റി? അമ്മേ, ഞാൻ അല്ലെങ്കിൽ വർഷങ്ങളെടുത്താലും ഒരു ഗോള് എങ്ങനെയൊക്കെ വന്ന് ഞാൻ എൻ്റെ അറ്റാക്ക് പ്രതിഫലിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു 5 എണ്ണം മേടിക്കാനുള്ളതാ. അതിൻ്റെ ഒരു സങ്കടം. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ. നമ്മൾ മാക്സിമം ഗോൾ അടിക്കാൻ നോക്കും. ജയിക്കാൻ ആദ്യം നോക്കേണ്ടത്. കാരണം ചേട്ടായിയാണ്. ചേട്ടായി ഭയങ്കര അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഗെയിമും കളിക്കുന്ന ഒരാളാണ്. ഭയങ്കര നല്ലൊരു മൈൻഡ് സെറ്റുള്ള ആളാണ്. അപ്പോൾ പറയാൻ പറ്റൂല, കളി കയ്യിൽ നിന്ന് പോകും കേട്ടോ. പന്ത് വണ്ടിക്ക് പന്തട എടുക്കണമത്തെ. ഈ ശരിക്കുള്ള വണ്ടിക്കിനെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാവരും കാല് വെട്ടി ഓടിക്കണുണ്ട് വണ്ടിക്ക്. ബെല്ലിങ്ങാമിന് പന്ത്. ബെല്ലിങ്ങാം ടു മറഡോണ ഓടിക്കോ. അത് കിട്ടൂല, കുഴപ്പമില്ല. നമ്മൾ മാക്സിമം കൂടി സ്റ്റാക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ബെല്ലിംഗ്ഹാം കഫു, ചേട്ടായിയുടെ സണ്ണും കഫു എൻ്റെ ബെല്ലിംഗ്ഹാമിനെ കളിപ്പിക്കുകയാണ്. പാവം ബെല്ലിംഗ്ഹാം. എൻ്റെ ടീമിലെ മിക്ക കാർഡും നല്ലതാണ്. എനിക്കങ്ങനെ ഒരു കാർഡും കൊള്ളില്ല എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നല്ല റേറ്റിംഗ് ഉള്ള കാർഡ് തന്നെയാണ്. ഫിഫയിൽ പിന്നെ നല്ല കാർഡ്, റേറ്റിംഗ് ഉള്ള കാർഡിന് ഇത് കുഴപ്പമുണ്ടാവില്ല. ഡിബ്രൂര. കോർട്ടുവ സേവ് ചെയ്തു. പ്ലെയറിനെ മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. റൂണി അടി. കോർട്ടുവയുടെ കയ്യിലോട്ട്. ഇതൊരു കോർട്ടോയ്സ് ഇട്ടേക്കണേ. മറ്റേ ഇതില്ലല്ലോ അല്ലേ, ഫിഫ ഈ ഫുട്ബോളിന് റൈറ്റ്സ് പോയല്ലോ അല്ലേ ഫിഫയുടെ, അതുകൊണ്ടായിരിക്കും. എന്താ ആരാ ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കണേ? ഞാനോർത്ത് പെട്ടെന്ന് സൈഡിൽ ഓടിപ്പോടൂ. ഞാൻ ചത്തു കൊടുത്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം 2-0. ഒന്ന് റൂണിയും മറ്റേത് നമ്മൾ 111 സ്ട്രൈക്കറോട്ട് അടിച്ചേ. നിങ്ങൾ ഫിഫയിൽ കയറുക കേട്ടോ. ഇപ്പോൾ 111 സ്ട്രൈക്കറിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 4th ഗെയിമാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഗെയിംസൊക്കെ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും. ബെല്ലിംഗ്ഹാം കലാഷ്നിക്കാവോ, അവൻ്റെ പേര് വായിക്കാറിയാത്തതുകൊണ്ട് നമ്മൾ അവനെ കലാഷ്നിക്കാവോ എന്ന് വിളിക്കും. സണ്ണിന് MLS കാർഡ് കേട്ടോ. എത്ര പ്രാവശ്യം പറയണത് പോലും എനിക്കറിയില്ല. കഫു ഓടിയെടുക്കണം മുത്ത. അത് തീർന്നിട്ട് വളച്ചിട്ടു. ഇതാണ് എൻ്റെയും കാർഡ്, സണ്ണിൻ്റെ ലെഫ്റ്റ് വിഡ്. മുഖത്തൊരു ചിരിയൊക്കെ പറ്റി കള്ളൻ. അവിടെ നാണിച്ചിരിക്കുക ദിവാങ്കോട്ടിൽ. ഒരു ചിരിയൊക്കെ. നമ്മൾ തോക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഫുട്ബോളിന് വാട്സപ്പൊക്കെ ഉണ്ടോ? അമ്മ പരസ്യമൊക്കെ ഇട്ടിളിക്കണേ. അയ്യോ, ഞാൻ അറിയാതെ നിൽക്കിയതേട്ടാ. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കിക്ക് ഓഫിൽ പണി കിട്ടണേ. അങ്ങനെ കലാഷ്നിക്കാവോ ടു സണ്ണ് നമ്മുടെ മറ്റേ പുള്ളിക്കാരുടെ ബാറ്റിലിട്ട് കാര്യമില്ലല്ലോ, പന്ത് കളയുമല്ലോ. നമ്മൾ
നമ്മൾ തനിനാട് സ്വഭാവം എടുക്കും, പന്ത് കളയും. എന്നിട്ട് ബാക്ക് ടു ദീസ് മണ്ടൻ. അയ്യോ പന്ത് പോയി എൻ്റെ പന്ത് പോയേ. കൊല്ല്. ആഹാ തീർന്നില്ല. ഓഫ് അമ്മേ, എൻ്റെ നെഞ്ച് ശരിക്കും നിന്ന് പോയി അവിടെ. ചേട്ടയുടെ സണ്ണ് ഒറ്റയ്ക്ക്, അത് മൈന്യൂട്ട് ഓസൈഡാ. എന്നാലും ഇവിടെ വയ്ക്കാം. അയ്യോ അത് ഭയങ്കര കൂടല്ല. ഓടിക്കുമൊത്തം എത്തണം. ചേട്ടയുടെ കൊർട്ടോയ്സ് എടുക്കും. കൊർട്ടുവ എന്നാണ്, ഞാൻ കൊർട്ടുവാന്നേ പറയുള്ളൂ. കാരണം കൊർട്ടോയ്സ് അത് എന്തത്. വെയിൻ റൂണി അത് കൊള്ളാം. വെയിൻ റൂണി ഏത് വെയിനാ? അയ്യോ ഞാൻ മറന്നുപോയി ചേട്ടയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. റൊണാൾഡോ വേണ്ട, എൻ്റെ ശീല. അയ്യോ മറ്റേ റൊണാൾഡോ ഇറക്കാറുന്നു. എൻ്റെ മറ്റേ പുള്ളിക്കാരൻ ചത്ത് കാണും ഇപ്പോഴത്തേനും. അയ്യോ അടിച്ചോളാ. പാസ്റ്റ് കളയാനല്ല പറഞ്ഞ, അടിച്ച് കളയാൻ. ക്ലിയർ ബട്ടനൊക്കെ ഇട്ടെന്ന് പോവാത്ത. ക്ലിയർ. കണ്ട അടിച്ചു കളഞ്ഞ്. അയ്യോ അത് മറുപടിക്ക് കിട്ടും. മറുപടി മേർക്കോളം മുത്തയ്യ മുരളീധരേ അടിച്ചോള മുത്തേ. 3-1. അങ്ങനെ ക്ലിയറൻസിലൂടെ ഗോൾ അടിക്കുകയും ചെയ്തു. കഴിഞ്ഞ കളിയും ജയിച്ചു, 3-1 കിട്ടാ. ആരാർക്കിയേ? മറ്റവൻ ഇഞ്ചുറി ആയി തോന്നുന്നു. അമ്മേ ഞാൻ ചത്തുട്ടോ. 2 ഗോളുണ്ട്. കുഴപ്പമില്ല. കഫു ബെക്കംബോർ നമ്മുടെ 111 സ്ട്രൈക്കർ 2 പ്രാവശ്യം അടിച്ചേ. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് അവനാ. അയ്യോ മറന്നോണ അടിച്ചു. ഇല്ല പിടിച്ചു. നമ്മുടെ 96 ഗോൾ കീപ്പർ അവനെ പിടിച്ചു. അവൻ മാത്രം എൻ്റെ ടീമിൽ 100 താഴെ കൂട്ടാ. ക്ലിയർ അടിച്ചു കളഞ്ഞു. കളി കഴിഞ്ഞ് മക്കളെ. ഫുൾ ടൈം ഞാൻ ഫോബി കയറി തുടങ്ങി. ചേട്ടാ ഈ ടീമിൻ്റെ പ്രശ്നം ചേട്ടനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരത്തെ വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് സബ് ചെയ്യണം. എല്ലാ വീഡിയോ പറഞ്ഞ പോലെ സപ്പോർട്ട് വേണം ചാനൽ വളർത്തണമെങ്കിൽ. ഇനിയും ഫിഫയും പെസ്സും പ്രിഡിഷനും പിന്നെ വേറെ ടൗൺഷിപ്പും സ്റ്റോറി മോഡ് ഗെയിം പ്ലേ അങ്ങനെയൊക്കെ വരാനുള്ളതാണ് ഈ ചാനലിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.